بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله العظيم. ആദരണീയരായ ഈ അനുഗ്രഹീതമായ വേദിയിൽ നേതൃത്വം നൽകുന്ന പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, ആദരണീയനായ എടരിക്കോട് ഇബ്രാഹിം മുസ്ലിയാർ, അഭിമന്യനായ സഹപ്രവർത്തകൻ സലാഹുദ്ദീൻ ഫൈസി വന്നിയൂർ, പ്രിയങ്കരനായ സുഹൃത്ത് മജീദ് ഫൈസി ഇന്ത്യനൂർ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കളെ, ഉമറാക്കളെ, ഈ അനുഗ്രഹീതമായ സദസ്സിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരായ എൻ്റെ പൊന്നനുജന്മാരെ, ജ്യേഷ്ഠ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മാർഗം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ പശ്ചാത്തലത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആധികാരികത എന്ത് എന്ന് ചർച്ച ചെയ്യുന്നത് തീർച്ചയായും സാന്ദർഭികമായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സവിശേഷ സാഹചര്യം കൊണ്ട് ഈ എടരിക്കോട് വെച്ച് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട SKSSന്റെ പ്രവർത്തകന്മാർ സംഘടിപ്പിച്ച ഈ ആദർശ സമ്മേളനം എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നു എന്ന് സാന്ദർഭികമായി ഞാൻ അനുസ്മരിക്കുകയാണ്. ഇത് സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, അതിനെല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത നല്ലവരായ നമ്മുടെ പണ്ഡിതന്മാരെയും കാരണവന്മാരെയും ഉമറാക്കളെയും എല്ലാ അർത്ഥത്തിലും അഭിനന്ദിക്കുകയും ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും നല്ല അമലുകളുടെ കൂട്ടത്തിൽ ഒരു നല്ല അമലായി, നാളെ ആഖിറത്തിൽ പ്രയോജനം ചെയ്യുന്ന ഒരു സൽക്രമമായി നമ്മുടെ ഈ പരിപാടി പാവപ്പെട്ട നമ്മുടെ പക്കൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീനെന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കോടിക്കണക്കിന് രൂപ വാരി കോരി ചെലവഴിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ ഈ പ്രദേശത്ത് ആളുകളുടെ അംഗബലം കുറവാണെങ്കിലും ഭൗതിക സംവിധാനങ്ങൾ കൊണ്ട് മികച്ച രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടി ഇവിടെ കടന്നു പോവുകയുണ്ടായി. നമ്മുടെ രാജ്യത്തെ സ്ഥിതിവിശേഷം അനുസരിച്ച്
മതേതര രാജ്യമായതുകൊണ്ട് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരൊക്കെ വോട്ട് കൂടുതൽ നേടുക എന്ന് ലക്ഷ്യം വെക്കുമ്പോൾ പിഴച്ച പാർട്ടിയാകട്ടെ, കൂടുതൽ പിഴച്ച പാർട്ടിയാകട്ടെ, കുഫറിന്റെ പാർട്ടിയാകട്ടെ, ഈ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരുടെയും പരിപാടികൾ പങ്കെടുക്കുകയും ഓരോ പരിപാടികൾ ചെല്ലുമ്പോഴും അവർക്ക് അനുസൃതമായി പറയുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ പശ്ചാത്തലത്തിൽ മുസ്ലിം സഹോദരന്മാർ തെറ്റിദ്ധരിക്കാൻ ഏറെ സാധ്യതയുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ എന്തുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗമാണ് ശരിയെന്നും ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആശയങ്ങൾ ഊന്നിപ്പറഞ്ഞുകൊണ്ട് നിരന്തരം എഴുതുകയും നിരന്തരം ക്ലാസുകളിൽ പറയുകയും ചെയ്ത ആദർശം മഹാത്മാക്കളുമായി ബന്ധം സ്ഥാപിച്ചുകൂടാ, മഹാത്മാക്കളെ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചുകൂടാ, മഹാത്മാക്കളിൽ നിന്ന് ബറക്കത്തെടുത്തുകൂടാ, അവരുടെ മക്കാമുകളിൽ പോയിക്കൂടാ, അവരുമായി ബന്ധപ്പെട്ട് സഹായം പ്രതീക്ഷിച്ചുകൂടാ, ഈ നിലയിൽ അതൊക്കെ ശിർക്കാണ് എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കുമ്പോൾ എന്താണതിന്റെ യാഥാർത്ഥ്യമെന്ന് സാന്ദർഭികമായി ചർച്ച ചെയ്യുന്നത് ഉചിതമായിരിക്കുമല്ലോ. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ഇവിടെ പ്രസിദ്ധീകരിച്ച ഈ വിഭാഗത്തിന്റെ സോവനീർ പോലും എടുത്തു പരിശോധിച്ചാൽ അതിന്റെ ഒന്നാമത്തെ പേജിൽ കൊടുത്ത സ്വാഗത സംഘം ചെയർമാന്റെ ആ ഗ്രൂപ്പിന്റെ ലീഡറുടെ ഒരു പേജിൽ നീണ്ടു നിൽക്കുന്ന ഒരു കുറിപ്പുണ്ട്. ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ പൈതൃകം എന്നാണ് ആ സോവനീറിന്റെ പേര്. ആ ഒന്നാം പേജിൽ നിൽക്കുന്ന ഒറ്റ പേജിലുള്ള പ്രധാനപ്പെട്ട ലേഖനമായി അല്ലെങ്കിൽ ഒരു പേജായി കണക്കാക്കുന്ന ആ കുറിപ്പിൽ അവർ എഴുതി വച്ചത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൈതൃകം എത്തി നിൽക്കുന്നത് 1922 രൂപീകരിച്ച കേരള മുസ്ലിം ഐക്യസംഘത്തിലാണ്. വളരെ സത്യമാണ് അവർ പറഞ്ഞത്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൈതൃകം എന്നാൽ പിതാവിൽ നിന്ന് കിട്ടിയത്, പാരമ്പര്യമായി കിട്ടിയത്, പൂർവികമായി കിട്ടിയത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ആദർശം, ഈ ആശയം അവർക്ക് ലഭ്യമായത് കേവലം 1922 രൂപീകരിച്ച കേരള മുസ്ലിം ഐക്യസംഘം എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിൽ നിന്നായിരുന്നുവെന്ന് അറിയാതെ ആ സത്യം അവർ തന്നെ അടിവരയിടുന്നത്. മറുഭാഗത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം 60ാം വാർഷിക മഹാസമ്മേളനം അടുത്ത ആഴ്ച അരങ്ങേറാനിരിക്കുമ്പോൾ പൈതൃകത്തിന്റെ 15ാം നൂറ്റാണ്ട് എന്ന പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുലമ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം നമ്മുടെ പൈതൃകം എത്തി നിൽക്കുന്നത് മാലിക് ദീനാറിലും അനുചരന്മാരിലും സ്വഹാബിവരന്മാരിലും അതുവഴി അഷ്റഫുൽ ഹൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുമാണ് എന്നാണ്. ഇത് രണ്ടും തമ്മിലുള്ള അന്തരം ഇത് തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനമാകട്ടെ, അതിന് ഇടക്കാലത്ത് വഴിപിരിഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ, മറ്റു അനുബന്ധ ബിദ്അഈ സംഘങ്ങളാകട്ടെ, ഇവരുടെയൊക്കെ പൈതൃകം എത്തി നിൽക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ 1922 രൂപീകരിക്കപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ കേരള മുസ്ലിം ഐക്യസംഘത്തിൽ മാത്രം. ഈ കേരള മുസ്ലിം ഐക്യസംഘത്തിന് യഥാർത്ഥത്തിൽ ആ പേര് കേട്ടാൽ മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യം സ്ഥാപിക്കാനുള്ള ഒരു സംഘം എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ പുതിയ ആദർശം വരില്ലല്ലോ. പൂർവികമായി, പൈതൃകമായി, പാരമ്പര്യമായി കിട്ടിയ ആദർശം തന്നെയല്ലേ നിലനിൽക്കേണ്ടത്. പക്ഷെ 1922 ഈ വകതിരിവ് എങ്ങനെ ഉണ്ടായി? ഈ വ്യത്യസ്തമായ ആദർശം 1922 ഈ പാർട്ടിക്ക് രൂപകൽപ്പന നൽകിയ വക്കം അബ്ദുൽ ഖാദർ മൗലവിക്കും KM മൗലവി ഉൾപ്പെടെയുള്ള മൗലവിമാർക്ക് ഈ ആദർശം എവിടെ നിന്ന് കിട്ടി? ഒരു കാരണവശാലും അവർ പോലും അവകാശവാദം ഉന്നയിക്കുന്നല്ലോ. ഞങ്ങൾക്ക് ഈ ആദർശം കിട്ടിയത് മമ്പറം സയ്യിദ് അലവി തങ്ങളിൽ നിന്നാണ്, ഞങ്ങൾക്ക് ഈ ആദർശം കൈമാറിപ്പോന്നത് വെളിയങ്കോട് ഉമർ ഖാദിൽ നിന്നാണ്,
ഞങ്ങൾ ഈ ആദർശം കൈമാറി സ്വീകരിച്ചു പോന്നത് മഹാനായ ഖാദി മുഹമ്മദ് അവരിൽ നിന്നാണ്. ഞങ്ങൾ ഈ ആദർശം കൈമാറിപ്പോന്ന് സ്വീകരിച്ചത്, ഈ പാരമ്പര്യമായി പൈതൃകമായി പോന്നത് മാലിക് ജലീൽ മഖ്ദൂമാരിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഈ ആദർശം ലഭ്യമായത് മാലിക് ദീനാറിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമാണെന്ന് ഒരു കാരണവശാലും അവകാശവാദം ഉന്നയിക്കാൻ അവർ കഴിയുന്നില്ലല്ലോ. അവർ പറയുന്നത് 22 രൂപീകരിക്കപ്പെട്ട ഐക്യസംഘം, ഈ ഐക്യസംഘത്തിന്റെ ആദർശം എവിടെ നിന്ന് അവർക്ക് ലഭ്യമായി? അത് നോക്കുമ്പോൾ തന്നെ, പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വിഭാഗത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം ദീനുമായി അകലുന്ന ആ കണ്ണി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വളരെ കൃത്യമായി കാണാം. അവർ തന്നെ എഴുതി വെച്ച ചരിത്രത്തിൽ പറയുന്നുണ്ട്, 1922 രൂപീകരിക്കപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ സംഘടനയായ മുസ്ലിം ഐക്യസംഘത്തിന്റെ ഈ പുതിയ ആദർശം കേരളത്തിൽ ഉണ്ടായിരുന്നല്ല തീർച്ച. അത് തവസ്സുൽ ശിർക്കാണ്, തബറുക്ക് ശിർക്കാണ്, ഇസ്തിഗാസ ശിർക്കാണ്, മഹാന്മാർ മക്കാമിൽ പോകൽ ഹറാമാണ്, ഈ മൗലിദ് ശിർക്കാണ്, ബിദ്അത്താണ്, റാത്തീബും കുതുബിയത്തും ഹദ്ദാദും ശിർക്കാണ്, ബിദ്അത്താണ്, ഈ മദ്ഹബുകൾ സ്വീകരിക്കൽ ബിദ്അത്താണ്, ഈ തുടങ്ങി ഒട്ടനവധി വാദഗതികൾ ശിർക്കും കുഫറുമായി ബിദ്അത്തുമായി ഇസ്ലാമിക ആചാരങ്ങൾ ചിത്രീകരിക്കുന്ന ഈ ആദർശം 22 സുപ്രഭാതത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാർക്ക് എവിടെ നിന്ന് കിട്ടി? അവർ തന്നെ പറയുന്നു, ലോകതലത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തുടക്കം കുറിച്ചത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ. അദ്ദേഹം സൗദി അറേബ്യക്കാരനാണ്. ആ സൗദി അറേബ്യയിലെ സലഫി പ്രസ്ഥാനവുമായി കേരളത്തിലെ തുടക്കക്കാർക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. അവർക്ക് ഈ ആദർശം കിട്ടിയത് അൽമനാർ അറബി മാസികയിൽ നിന്നാണ്. അൽമനാർ അറബി മാസിക എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? അൽമനാർ അറബി മാസിക പ്രസിദ്ധീകരിച്ച ഈജിപ്തിൽ നിന്നാണ്. ആരായിരുന്നു അൽമനാർ മാസികയ്ക്ക്, അറബി മാസികയ്ക്ക് നേതൃത്വം കൊടുത്തിയത്? ഒന്ന് സയ്യിദ് റഷീദ്. ഈ റഷീദുള്ള എന്നാണ് മരിച്ചത്? ഈ 1935 അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിൽ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഈ അൽമനാർ അറബി മാസിക തപ്പാലിൽ അവർ വരുത്തി. ആദ്യത്തെ കോപ്പി അവർക്ക് എങ്ങനെ കിട്ടി? അതും അവർ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അറബികൾ വ്യാപാരാവശ്യാർത്ഥം ഇവിടെ വന്ന് താമസിക്കുന്ന കൂട്ടത്തിൽ ഒരു അറബിയുടെ കൈവശത്ത് ചില കോപ്പികൾ കിട്ടിയപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കണ്ടാണ് ഇത് തപ്പാൽ വഴി വരുത്താനുള്ള സംവിധാനം ചെയ്തത്. ഈ സയ്യിദ് റഷീദ് ഖോദിയുടെ ലീഡർ ആരായിരുന്നു? തൊട്ടടുത്ത ഗുരുവര്യൻ ഷെയ്ഖ് മുഹമ്മദ് അബ്ദു ആണ്. ഈ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന്റെ നേതൃത്വം ആർക്കായിരുന്നു? അദ്ദേഹത്തിന്റെ ഗുരുവര്യൻ ജമാലുദ്ദീൻ അഫ്ഗാനി. കൃത്യമായി പറഞ്ഞാൽ ഈ പണ്ഡിതത്രയങ്ങൾ ജമാലുദ്ദീൻ അഫ്ഗാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, സയ്യിദ് റഷീദുള്ള ഈ പണ്ഡിതത്രയങ്ങളിൽ നിന്നാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ പുതിയ ആദർശം അവർ സ്വീകരിച്ചത്. അവരുടെ പൈതൃകം എത്തിനിൽക്കുന്നത് അവരെഴുതിയതുപോലെ കേരള മുസ്ലിം ഐക്യസംഘത്തിൽ, കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ പൈതൃകം എത്തി നിൽക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഈജിപ്തിലെ നവോത്ഥാന നായകന്മാരെന്ന് ഇവരെ വിശേഷിപ്പിക്കുന്ന ഈ പണ്ഡിതത്രയങ്ങളിൽ ജമാലുദ്ദീൻ അഫ്ഗാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, സയ്യിദ് റഷീദുള്ള ഈ പണ്ഡിതത്രയങ്ങളുടെ പൈതൃകം എവിടെ എത്തി നിൽക്കുന്നു? ഇത് പരിശോധനാ വിധേയമാക്കണല്ലോ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പത്രത്തിന്റെ പേരും ഇന്നും അൽമനാർ മാസികയാണ്. എവിടെ നിന്നാണ് അൽമനാർ മാസികയുടെ പേര് അവർക്ക് കിട്ടിയത്? അവരെ ചരിത്രത്തിൽ അവരെഴുതി വച്ചിരിക്കുന്നു. ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച നമുക്ക് ഈ ആദർശം നമ്മൾ കടമെടുത്ത ഈജിപ്തുകാരനായ സയ്യിദ് റഷീദുടെയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന്റെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഈ അൽമനാർ മാസിക അറബി മാസിക പേര് കടമെടുത്താണ് നമ്മൾ ഡിക്ലറേഷൻ കൊടുത്തത്. അത്രമാത്രം അവരുടെ കടപ്പാടായിരുന്നു. അങ്ങനെയാണ് ഇന്നും കേരളത്തിന്റെ മുഖപത്രമായി കേരളത്തിൽ അൽമനാർ ആ മാസികയുടെ പേര് പോലും നിലനിൽക്കുന്നത്. ഒരിക്കലും അറുത്തു മാറ്റാനാകാത്ത ബന്ധം, കൃത്യമായ പൈതൃകം, പാരമ്പര്യം അവർക്ക് അവകാശപ്പെടാൻ അവിടെയാണ് ആ കണ്യെത്തി നിൽക്കുന്നത്. എന്നാൽ ഈ 3 പണ്ഡിതന്മാരുടെ സ്ഥിതി എന്താണ്? ആരാണ് സയ്യിദ് റഷീദ് ഖാൻ? ആരാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദു? ആരാണ് ജമാലുദ്ദീൻ അഫ്ഗാനി? ഈ 3 പേരെയും വർണ്ണിച്ചുകൊണ്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ എല്ലാ ഗ്രൂപ്പും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പുകളും ആനുകാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മരിച്ചുപോയ KNMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് മൗലവിയും ജീവിച്ചിരിക്കുന്ന KNMന്റെ ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയും സംയുക്തമായി എഴുതിയ പുസ്തകത്തിൽ പോലും പറയുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനിയെ കിഴക്കുതിച്ചൊരു വെള്ളി നക്ഷത്രം എന്ന പേരിലാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു ലോകത്തെ ഇസ്ലാമിക നവോത്ഥാന നായകനായി. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിനെ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. സയ്യിദ് റഷീദിനെ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. എന്നാൽ ഈ 3 പണ്ഡിതന്മാരെ കുറിച്ചും ഇസ്ലാമിക ലോക ചരിത്രം എന്താണ് പറയുന്നത്? സുന്നികൾ പറയുന്നത് മാത്രം നോക്കേണ്ടത് നമ്മൾ പ്രതിപക്ഷത്താണല്ലോ. ലോകത്ത് മുജാഹിദ് പ്രസ്ഥാനം കടപ്പാട് കാണിക്കുന്ന ലോക സലഫി പ്രസ്ഥാനത്തോടല്ലേ?
സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സലഫി പ്രസ്ഥാനത്തോടല്ലേ? ആ സലഫി ആഗോള പണ്ഡിതന്മാർ പറയുന്നു, ഈ 3 പണ്ഡിതന്മാരുണ്ടല്ലോ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൈതൃകത്തിന്റെ കണ്ണുകൾ എത്തി നിൽക്കുന്ന സയ്യിദ് റഷീദുള്ളയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവും ജമാലുദ്ദീൻ അഫ്ഗാനിയും ഈ പണ്ഡിതത്രയങ്ങൾ ആധുനിക ലോകത്തെ അമേരിക്കൻ, ബ്രിട്ടീഷ്, ക്രൈസ്തവ, ജൂത ലോബിയുടെ ചാരന്മാരായിരുന്നു. ഇത് ചെറിയ ആരോപണമല്ല, വസ്തുതാപരമായ ഗൗരവകരമായ ആരോപണമാണ്. ഈ 3 പേരും യഥാർത്ഥ മുസ്ലിമീങ്ങളായിരുന്നില്ല. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി സയനിസ്റ്റുകൾ വിലക്കെടുത്ത് തന്ത്രപരമായി ഇസ്ലാമിനെ മുസ്ലിം മക്കളുടെ മനസ്സിൽ തുടച്ചു മാറ്റാൻ കോടിക്കണക്കിന് ഡോളറുകൾ കൊടുത്ത് മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് വിലക്കെടുത്ത് ചാരന്മാർ. ഇത് ലോക സലഫി പണ്ഡിതന്മാർ പറയുന്നതാണ്. മുജാഹിദ് പ്രസ്ഥാനം നിഷേധിക്കാത്ത കാര്യമാണല്ലോ. ലോകത്ത് 2ാമത്തെ വിദായി പ്രസ്ഥാനം ഇഖ്വാനി പ്രസ്ഥാനമാണ്. ഇതേ യാഥാർത്ഥ്യം ഇഖ്വാനി പ്രസ്ഥാനവും അടിവരട്ട് പറയുന്നു. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ അംഗീകരിക്കുന്ന ആളുകൾ സലഫികളും ഇഖ്വാനികളും ഉണ്ട്. ജമാലുദ്ദീൻ അഫ്ഗാനിയെ അംഗീകരിക്കില്ല, മുഹമ്മദ് അബ്ദുവിനെ അംഗീകരിക്കില്ല, സയ്യിദ് റഷീദുള്ളയെ അംഗീകരിക്കില്ല. 3 പേരും സയനിസ്റ്റുകളുടെ ചാരന്മാരാണെന്ന് ലോക ഇഖ്വാനി പണ്ഡിതന്മാർ കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അത് തന്നെ പറയുന്നു. പക്ഷെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം മാത്രം ആ വിഷയത്തെക്കുറിച്ച് മൗനം പാലിക്കുകയായിരുന്നു. എന്നാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പുലർന്നപ്പോൾ ഇത് അവരുടെ തീവ്രവാദ ഗ്രൂപ്പിന്റെ മാസികയായ അൽ-ഇസ്ലാഹ് മാസികയിൽ പച്ചയായി ഒരു ലേഖന പരമ്പരയിൽ ഈ കാര്യം അവരും സമ്മതിക്കുന്നുണ്ട്. അവർ ചർച്ച ചെയ്യുന്ന ഹദീസ് നിഷേധത്തിന്റെ അടിവേറുകൾ ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ തന്നെ നമ്മുടെ കേരളത്തിൽ മുജാഹിദുകൾ ഹദീസ് നിഷേധിക്കുന്ന ഒരു പ്രവണത മുജാഹിദിൽ കടന്നു വരാൻ കാരണം ഒരു പഠനാർഹമായ ലേഖന പരമ്പരയാണ്. മുജാഹിദായി കഴിഞ്ഞാൽ മുജാഹിദിൽ ഉറച്ചു നിൽക്കുന്നില്ലല്ലോ. മുജാഹിദായ ആദ്യം ഖുർആനും സുന്നത്തും എന്ന് പറയും. ഖുർആനും സുന്നത്തും ഓക്കെ ശരി, ഖുർആനും സുന്നത്തും തന്നെ അടിസ്ഥാനശീലമായി ഇവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞ് പിന്നെ ഖുർആൻ അംഗീകരിക്കും, ഹദീസ് മുഴുവൻ അംഗീകരിക്കൂല എന്ന് പറയുന്ന ഒരു പ്രവണത. ഈ പറയുന്ന ഇന്നലെ സമ്മേളനം നടത്തിയ മടവൂർ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പണ്ഡിതനെന്ന് അവർ വിശേഷിപ്പിക്കുന്ന അബ്ദുസ്സലാം സുല്ലമി ഇടവണ്ണ സ്വഹീഹുൽ ബുഖാരിയിലെ 70ൽ പരം ഹദീസുകൾ പച്ചയായി തള്ളിക്കളയുന്നുണ്ട്. ബുഖാരിയിലെ ഹദീസ് അസഹുൽ കുതുബി ബഅദ കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബായ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകം കണ്ണും ചിമ്മും സ്വീകരിക്കുന്ന ലോകത്തെ ആധികാരിക ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയുടെ 70ൽ പരം ഹദീസുകൾ വളരെ കൃത്യമായി കണ്ണും ചിമ്മി ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട നായകൻ, ലീഡർഷിപ്പുള്ള പണ്ഡിതൻ നിഷേധിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രമാണ്. അവർ ഒരാൾ മാത്രമല്ല, അവരെ കൂട്ടത്തിൽ ഓരോ ആളുകളും ഇങ്ങനെയാണ്, ഞാൻ ആ ഹദീസ് അംഗീകരിക്കുന്നില്ല. നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് സംസാരിച്ചു നോക്കും മൗലവിമാരോട്, ഞാൻ ആ ഹദീസ് അംഗീകരിക്കുന്നില്ല, ഖുർആനിലേക്ക് പറ. വേണ്ട, ഈ മൗലവി ചേകനൂർ എവിടെ നിന്ന് വന്നു? മൗലവി ചേകനൂർ ആരായിരുന്നു? 3 വഖ്ത് നിസ്കാരം എന്ന് മാത്രം അന്ന് പറഞ്ഞ് നിസ്കാരം വെട്ടിച്ചുരുക്കിയ. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നു 3 വഖ്തല്ല, 1 വഖ്ത് നിസ്കാരമല്ല. മൗലവി ഒറ്റയടിക്ക് 3 വഖ്താക്കി ചുരുക്കിയത് സത്യം പറഞ്ഞാൽ ജനം ഒറ്റയടിക്ക് ഉൾക്കൊള്ളുക എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥ നിസ്കാരമില്ലെന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഈ പറയുന്ന ചേകനൂർ മൗലവി. ചേകനൂർ മൗലവിയല്ലേ ഖുർആനും സുന്നത്തും വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞത്? കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് റമളാനിലെ നോമ്പ് നിർബന്ധമാണ് എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹം പറഞ്ഞ കാരണം അതൊക്കെ ഈത്തപ്പഴവും ആട്ടിന്റെ മാംസവും തിന്ന് തടിച്ച് കൊഴുത്ത് കൊളസ്ട്രോൾ കൂടിയ അറബികൾക്ക് അക്കാലത്ത് പ്രവാചകൻ നിഷ്കർഷിച്ചതാണ് കൊല്ലത്തിൽ 1 മാസം നോമ്പ്. ഇയാൾ പ്രസംഗിക്കുന്ന കാലത്ത്, ചേകനൂറിന്റെ കാലത്ത് കേരളത്തിൽ കുറച്ചുകൂടി ദാരിദ്ര്യം കൂടുതലാണ്. പാവം കപ്പയും മത്തിയും തിന്ന് ജീവിക്കുന്ന കേരളീയ മുസ്ലിങ്ങളെ പ്രവാചകൻ കണ്ടിരുന്നെങ്കിൽ 1 മാസം പോയിട്ട് 1 ദിവസം പോലും നോമ്പ് നിർബന്ധമാക്കൂലെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞ സാക്ഷാൽ ചേകനൂർ മൗലവി ആരായിരുന്നു? സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള നിരവധി ഗ്രന്ഥങ്ങളിലെ ഹദീസുകൾ മുഴുവൻ തള്ളിപ്പറഞ്ഞ മൗലവി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് അമരസ്ഥാനം അലങ്കരിച്ച മനുഷ്യനാണ്. വാഴക്കാട് നടന്ന പ്രശസ്തമായ സുന്നി മുജാഹിദ് സംവാദത്തിൽ മുജാഹിദ് പക്ഷത്തിന് നേതൃത്വം കൊടുത്ത മൗലവിയ ചേകനൂർ അയാളെങ്ങനെ ഹദീസ് നിഷേധത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നു? ഇവര് പരിശോധിക്കാം. CN അഹമ്മദ് മൗലവി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആനുകാലികളുടെ സ്ഥിരം ലേഖകനായിരുന്നു. CN അഹമ്മദ് മൗലവി എവിടെത്തി? അദ്ദേഹം പറഞ്ഞ ഖബറിന് മുൻകർ നക്കീറിന്റെ ചോദ്യത്തിൽ എനിക്ക് അഭിപ്രായമില്ല, സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാ. ആൾ പറഞ്ഞു മുൻകർ നക്കീറിന്റെ ചോദ്യം എങ്ങനെയും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് വെച്ചിട്ടുണ്ട് മഹ്ശറിൽ. അവിടെ മഹ്ശറിൽ വെച്ച് ഹിസാബ് നടത്തിയിട്ട് ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗത്തേക്ക് മറുവിഭാഗം നരകത്തേക്ക് 2 പാർട്ടായി വിഭജിച്ച് സ്വർഗവും നരകവും ഫൈനൽ സുപ്രീം കോടതിയുടെ വിധിയോടെ വരാനിരിക്കുന്നുണ്ട്.
അതിലിടയ്ക്ക് കബറിലിട്ടിട്ട് അവിടെ 2 മുൻകർണക്കീറിനെ വിട്ടിട്ട് ദണ്ടുമായി പറഞ്ഞയച്ചിട്ട് അവിടെ ചോദ്യം ചെയ്ത് പീഡിപ്പിക്കാന്നാണ് നീതിമാനായ അള്ളാഹു ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ കേരളത്തിൽ ലോക്കൽ പോലീസ് ആ കോടതി വിധി വന്ന് പ്രതിയെ ശിക്ഷിക്കുന്ന മുമ്പ് ലോക്കപ്പിലിട്ട് പീഡിപ്പിക്കുക. അള്ളാഹു കേരള ലോക്കൽ പോലീസിന്റെ ഏർപ്പാട് ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിനെ നിഷേധിച്ച മനുഷ്യനാണ് CN അഹമ്മദ് മൗലവി. മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട നായകനായിരുന്നു. വേണ്ട, ഈ മുജാഹിദ് നിങ്ങൾ ഖാദിയാനി പ്രസ്ഥാനം കാഫിറുകളല്ലേ? ഖാദിയാനിൽ പോയ ഓരോ ആളുകളെ കുറിച്ച് അന്വേഷിച്ച് പ്രധാനികളെ കുറിച്ച് അവർ സ്വഹീഹായ ഹദീസുകൾ മാത്രമല്ല ഖുർആൻ പോലും പച്ചയായി നിഷേധിക്കുന്നവരല്ല. ഖുർആനിലെ ആയത്തുകൾ ഈ ഖാദിയാനി പ്രസ്ഥാനത്തിൽ പോയ സുന്നീന മുജാഹിദിനാ പോയത്, ജമാഅത്തിനാ പോയത്. ഒരു കുറച്ചു മുമ്പ് മുദൂർ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് പിന്നെ കാന്ത ഗ്രൂപ്പിന്റെ ആളായിക്കൊണ്ട് നമുക്കെതിരെ പ്രസംഗിച്ച അവതരുന്നത് സുന്നി മുസ്ലിയാരുണ്ടായിരുന്നു. അയാൾ പിന്നെ മുജാഹിദായി മാറി. മുജാഹിദിന് എവിടെയാണ് പോയത്? ഇന്നാണ് ഈ ഖാദിയാനികൾ സ്റ്റേജിലാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. മുദൂർ അബൂബക്കർ മുസ്ലിയാർ എന്തേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് മുഴുവൻ ഖാദിയാനി പ്രസ്ഥാനത്തിലേക്ക് പോകാൻ കാരണം എന്താണ്? ഈ ഹദീസുകൾ നിഷേധിക്കുന്ന പ്രവണത കേരളത്തിലെ മുജാഹിദ് മൗലവിമാർക്ക് ഇത്രമാത്രം കടന്നു വരാൻ കാരണം ഈ പഠനം വിശദമായി ചർച്ചയ്ക്ക് വിധേയമാക്കി അൽ-ഇസ്ലാഹ് മാസിക പച്ചയായി എഴുതി ഈ ഹദീസ് നിഷേധത്തിന്റെ പ്രവണത ഇവിടെ കടന്നു വരാൻ കാരണം കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത, ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം നമ്മൾ സ്വീകരിച്ച് നമ്മുടെ പൈതൃകം എത്തി നിൽക്കുന്ന നമ്മുടെ കണ്ണികൾ എത്തി നിൽക്കുന്നത് സയ്യിദ് റഷീദും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുലും ജമാലുദ്ദീൻ അഫ്ഗാനിയിലുമാണ്. ഈ 3 പേരും സയനിസ്റ്റ് ഓറിയന്റലിസ്റ്റ് ശക്തികളുടെ ചാരന്മാരായി പ്രവർത്തിച്ചവരും ഹദീസ് നിഷേധിച്ചവരുമാണ്. ആ പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ കടന്നു വന്നത് എന്ന് പച്ചയായി ആ സത്യം അവരും സമ്മതിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതല്ലേ വസ്തുത? ഈ കണ്ണികൾ 3 ആളുകളുടെ കണ്ണി പൈതൃകം അപ്പുറത്തേക്ക് പോകുന്നില്ല ഇസ്ലാമിൽ. ആ പൈതൃകം എത്തി നിൽക്കുന്ന ജൂതന്മാരില്ല, ആ പൈതൃകം എത്തി നിൽക്കുന്നത് ക്രൈസ്തവരില്ല, ആ പൈതൃകം എത്തി നിൽക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളില്ല. സത്യത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വിലക്കെടുത്ത ചാരന്മാർ ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച വളരെ തന്ത്രപരമായി രംഗത്തിറക്കിയ ഈ ചാരന്മാരുടെ ആദർശമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ച് ഇന്നും കൊണ്ടു നടക്കുന്നത്. അതിന്റെ അനന്തരഫലം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റഷീദിനെയും ജമാലുദ്ദീൻ ഈ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവും ജമാലുദ്ദീൻ അഫ്ഗാനൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ലോകതലത്തിൽ ജീവിച്ച ലോകത്തെ പ്രമുഖനായ പണ്ഡിതനാണ് മഹാനായ ഷെയ്ഖ് യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി. ലോകത്തെ പ്രമുഖനായ പണ്ഡിതനാണ് അദ്ദേഹം. ഇവരുമായി ബന്ധപ്പെട്ട് അനുഭവക്കുറിപ്പുകൾ എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹം ലബനാനിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. വളരെ പ്രധാനപ്പെട്ട ലോക പണ്ഡിത, ധാരാളം കിതാബ് എഴുതിയ പണ്ഡിതനാണ് അദ്ദേഹം. അത്ഭുതത്തോടുകൂടി പറയുന്നുണ്ട്, വകംസാറ പാരീസ വലന്തൻ വലം യസുർ മക്കത യൗമൻ വലാ തൈബത്തൽ ഗുർറ. ഈ 2-3 ആളുകൾപ്പെട്ട ചില ആളുകളെ കുറിച്ച് ഓരോ പരാമർശം എന്ന കൂട്ടത്തിൽ പറയാം. ഇവരൊക്കെ ലണ്ടൻ എത്ര വട്ടം സന്ദർശിച്ചവരാ? പാരീസ്, ലോകത്തെ ഉന്നതമായ പട്ടണങ്ങളും നഗരങ്ങളും എത്ര തവണ സന്ദർശിച്ചു? ഫ്ലൈറ്റിൽ ഇങ്ങനെ കറങ്ങി നടക്കൽ ലോകത്ത്. പക്ഷേ വലം യസുർ മക്കത യൗമൻ, വിശുദ്ധ മക്ക ഒരിക്കൽ പോലും സന്ദർശിച്ചിട്ടില്ല. വലാ തൈബത്തൽ ഗുർറ, വിശുദ്ധ മദീനയിൽ ഒരിക്കൽ പോലും കാലുകുത്താൻ സാധിച്ചിട്ടില്ല. ഇത് ഗൗരവമുള്ള കേസല്ലേ? എപ്പോഴും വേണ്ട ഉംറയും ഹജ്ജും ജീവിതത്തിന് വട്ടം വാജിബല്ലേ? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ലീഡർഷിപ്പ് നൽകുന്ന ഇവരുടെ പൈതൃകം എത്തി നിൽക്കുന്ന ഈ പ്രബല കണ്ണികൾ, പണ്ഡിത ത്രയങ്ങൾ എന്നവർ വിശേഷിപ്പിക്കുന്നവർ അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധ മക്കയിലേക്കും മദീനയിലേക്കും ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്ദർശനം നടത്തിയിട്ടില്ല, പോയിട്ടില്ല എന്ന് ചരിത്രം എഴുതി വെക്കുന്നു. മാത്രമല്ല, ഞാൻ ഇവരുമായി സന്ദർശിച്ചപ്പോൾ ളുഹുർ നിസ്കരിച്ചില്ല, അസ്ർ നിസ്കരിച്ചില്ല, ജമ്മാക്ക് ഞാൻ വിചാരിച്ചു, രണ്ടും ചെയ്തില്ല. നിസ്കരിക്കാത്ത മനുഷ്യന്മാരാണ്. ഞാൻ ആ ചരിത്രം പറയുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ ഭിന്നിപ്പിന്റെ അടിസ്ഥാന രൂപം കേരളത്തിൽ കൊണ്ടുവന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കണ്ണികൾ എത്തി നിൽക്കുന്നത് ജൂത ക്രൈസ്തവ പാരമ്പര്യത്തിലാണ്. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിച്ചിട്ടുള്ള ചരിത്രം അതാണ് പറയുന്നത്. ജൂതരെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജൂതന്മാരാണ് ഇസ്ലാമിക ലോകത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ ജൂത സമൂഹം പ്രത്യക്ഷത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ശത്രുക്കളായി നേർക്കുനേരെ വന്നാൽ മുസ്ലിമുകളെ നശിപ്പിക്കാൻ കഴിയില്ല. ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കി. ലോക മുസ്ലിം സമൂഹത്തിൽ ആദ്യം നടന്ന ഭിന്നിപ്പ് എവിടെയായിരുന്നു? ആ ഭിന്നിപ്പിന്റെ കക്ഷി ഖവാരിജ് പ്രസ്ഥാനമായിരുന്നു. അന്ന് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു സംഘവും ഒരു പക്ഷത്ത്. നാളെ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. മാഷാ അല്ലാഹ്, അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കട ഉസ്താദിന്റെ വളരെ ധീരമായ ആദർശ പ്രഭാഷണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ ഇശാ ബാങ്കാണ്. 2-3 ദിവസങ്ങളായിട്ട് വഹാബി മടവൂർ ഗ്രൂപ്പുകൾ അവിടെ നടത്തിയ നരനായാട്ടിന്റെയും ഇസ്ലാമിനെതിരെയുള്ള എല്ലാവിധ വിരുദ്ധ ചേരികളും അവിടെ ആണും പെണ്ണും കൂടിയാട്ടം നടക്കുകയും ചെയ്ത എഡറിക്കോട് ടൗണിനെ ഇന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് സമസ്തയുടെ ഉന്നതരായ പണ്ഡിതന്മാർ, SKSF-ന്റെയും SYS-ന്റെയും പണ്ഡിതന്മാർ അവിടെ ആദർശ പ്രഭാഷണം നടത്തുകയാണ്. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ എത്തിക്കുക. ഇന്ന് ആദർശം പറയാനും അത് പ്രസംഗിക്കാനും മറുപടി കൊടുക്കാനും കേരളത്തിൽ ഒരേ ഒരു സംഘടന മാത്രമേ ഉള്ളൂ. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ്. SKSF-ഉം SYS-ഉം അല്ലാതെ ഒരു ടീമിനും ഇന്ന് മുഖാമുഖം നാടകം നടത്തുന്ന ആളുകൾ വരെ ഇന്ന് ഒളിച്ചുപോയി. കാരണം അവർ മുടിയിൽ കുടുങ്ങി, പാത്രത്തിൽ കുടുങ്ങി. ഒരു വഹാബിക്ക് മറുപടി പറയാൻ, വഹാബിക്ക് ധൈര്യമായിട്ടൊന്ന് വരാൻ ഒരിക്കൽ പോലും സുന്നത്ത് ജമാഅത്തിന്റെ മുന്നിൽ സാധിക്കാറില്ല. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ മടവൂരി ഗ്രൂപ്പുകളായ ചില താത്തമാരുടെ കളയാട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് തങ്ങളെ കയ്യിലൊക്കെ അതിന്റെ വീഡിയോ ഉണ്ട്. തങ്ങൾ ഫുള്ള് വിടില്ലെങ്കിൽ അല്പഭാഗങ്ങൾ കാണിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ് അതിന്റെ മറുപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ന് രാത്രി ഇതിന് ശേഷം അവലോകനം ഉണ്ടായിരിക്കും. ശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽസലാം ബാക്കി ഉസ്താദിന്റെ ക്ലാസ് ആണ്. അതിനുശേഷം നമ്മൾ തുറന്ന ചർച്ചയും ക്ലിപ്പുകളും ഉണ്ടായിരിക്കും. ഇന്നലെ വെക്കാതെ പോയ പേരോടിന്റെ ക്ലിപ്പും ഇന്ന് രാത്രി വെക്കും. മേനോൻ സമസ്തയിൽ തെരഞ്ഞെടുക്കപ്പെട്ട MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്തുകൊണ്ട് മർക്കസിലെ മുടി അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് ആ ധാർഷ്ട്യം പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പ്രസംഗത്തിൽ അത് തീർത്ത അതിന്റെ ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും എന്ന് പ്രത്യേകം അറിയിക്കുന്നു. നമുക്ക് ലൈവ് നല്ല ക്ലിയറോടുകൂടി എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് നൂറുദ്ദീൻ തങ്ങളാണ്. അദ്ദേഹത്തിന് അല്ലാഹു തആല ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പണ്ഡിതന്മാരുടെ പ്രഭാഷണം ഇനി ബാക്കിയും കേൾക്കുവാനുണ്ട്. എല്ലാവരും അത് ശ്രവിക്കുക, സത്യം മനസ്സിലാക്കുക. ഏതെങ്കിലും അടവൂരുകൾ ഉണ്ടെങ്കിൽ സ്വന്തം മൗലവിമാരോട് പറഞ്ഞു കൊടുക്കുക, ഇതല്ല ദീൻ, സത്യം അത് സമസ്തയുടെ ഭാഗത്താണ്. ഏതായാലും ഒരുപാട് വഹാബി സുഹൃത്തുക്കൾ ക്ലാസ്സിലുണ്ട് എന്ന് മനസ്സിലായി. PM-കളൊക്കെ വരണ്ടേ. നിങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് രാത്രി ചർച്ചയും പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. മടവൂരുകളായാലും ജിന്നൂരുകളായാലും ജിന്ന് പിളർന്നു പോയ സക്കരിയ ഗ്രൂപ്പ് ആയാലും ഇനി അതല്ല മറ്റ് ഔദ്യോഗിക മുജാഹിദ്, ഏത് മുജാഹിദിനും വരാനുള്ള ഒരു അവസരം, സംശയം ചോദിക്കാൻ ഇന്ന് രാത്രി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അവസരമുണ്ട് എന്ന് എല്ലാവരെയും ഉണർത്തുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽസലാം ബാക്കി ഉസ്താദിന്റെ ക്ലാസ് UAE സമയം 9 മണിക്കുണ്ടാവും. അതിനുശേഷം ഏത് വിഷയത്തിൽ ഒതുങ്ങിയ വിഷയത്തിനും സംശയം ചോദിക്കാനുള്ള അവസരം ഇത് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ മാത്രം. ആർക്ക് വന്നാലും സംശയം ചോദിച്ചാൽ അത് തീർത്തു തരാൻ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം മാത്രമുള്ളൂ. ഓൺലൈൻ രംഗത്തേലും തങ്ങളെത്തിയിട്ടുണ്ട്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. പൈതൃകം എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നാം സൂചിപ്പിച്ചത്. ഇതൊരു അനിഷേധ്യമായ പരമാർത്ഥമാണ്. മുസ്ലിം ഐക്യസംഘത്തിലാണ് അവരുടെ പൈതൃകം എത്തി നിൽക്കുന്നതെന്ന് അവരുടെ സോവനീറിലെ 1-ാമത്തെ ലേഖനം പറയുന്നു. ആ ഐക്യസംഘത്തിന്റെ പുതിയ ആദർശം അവർക്ക് ലഭ്യമായത് ഈജിപ്തിലെ ഈ പണ്ഡിതത്രയങ്ങളിൽ നിന്നാണെന്ന് പറയുന്നു. ആ പണ്ഡിതത്രയങ്ങളുടെ പിതൃത്വം എത്തി നിൽക്കുന്നത്, പൈതൃകം എത്തി നിൽക്കുന്നത് കൃത്യമായി സയണിസ്റ്റ് ജൂത കൂട്ടുകെട്ടിലാണെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയും. ആ തരത്തിൽ ജീവിച്ചവരാണ് അവരെന്ന് അവരുടെ ചരിത്രരേഖകൾ പറയുന്നു. ഈ പണ്ഡിതന്മാർ 3 പേരും ഈ ഈജിപ്തുകാർ ബ്രിട്ടീഷുകാരുടെ ചാരന്മാരായിരുന്നുവെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രമുഖ പണ്ഡിതനായ MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ ഗൾഫ് സെലഫിസം എന്ന പുസ്തകത്തിനും അടിവരയിട്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ ജൂതന്മാർ തന്നെയായതുള്ള പിന്നിലെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നു ഈ കഴിഞ്ഞ 9 പതിറ്റാണ്ട് കാലത്തിലെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ഫലം. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഈ സോവനിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഖുർആനും ഹദീസും എന്ന് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് ആ പ്രവർത്തന രീതി മുജാഹിദിന്റെ ജീവിതത്തിൽ കാണുന്നില്ല? യഥാർത്ഥത്തിൽ തന്ത്രപരമായി ജൂതന്മാർ ശ്രമിച്ചത് മഹാന്മാരോടുള്ള, ഉലമാക്കളോടുള്ള, ആ തങ്ങന്മാരോടുള്ള, ആത്മീയ നായകന്മാരുള്ള ആദരവ് അത് മുസ്ലിം മനസ്സുകൾ പറിച്ചെറിയാനാണ് തന്ത്രപരമായി ഈ സയനിസ്റ്റുകൾ രൂപകൽപ്പന നൽകിയ ആശയത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സുന്നിയിൽ നിന്നും കാണുന്ന ഒരേ ഒരു വ്യത്യാസം അതാ, മഹാന്മാരുള്ള ആദരവ്. മഹാന്മാരോട് ആദരവ് മുസ്ലിം സമൂഹത്തിൽ നഷ്ടപ്പെട്ടാൽ മുസ്ലിം സമൂഹത്തെ ശിഥിലമാക്കാൻ വളരെ വേഗം സാധിക്കുന്ന ഒരു വസ്തുതയാണ്. പണ്ഡിതന്മാരോട് ആദരവില്ല, സയ്യിദുമാരോട് ആദരവില്ല, മഹാന്മാരാ സൂഫിയാക്കളുടെ ആദരവില്ല, മഹാത്മാക്കളായി മൺനിറഞ്ഞവരോട് ആദരവില്ല. ആ ആദരവ് മുസ്ലിം മനസ്സെന്ന് പറിച്ചറിയാനുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് അവർ നടത്തിയത്. അതിന്റെ വിജയമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഏതെങ്കിലും മഹാത്മാരോട് ആദരവുണ്ടോ? സാക്ഷാൽ പാണക്കാട് തങ്ങന്മാരാണ് നമ്മൾ ഏറ്റവും ആദരിക്കുന്ന ഒരു കേരളീയ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാന്മാരെ നമ്മൾ കാണുന്നത്. ആ പ്രവാചക പരമ്പരയിലെ കണ്ണികൾ, അത് ആത്മീയമായി ജീവിക്കുന്ന മഹാന്മാർ, അവരൊരു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ പോലും ആ പ്രാർത്ഥനയിൽ ആ തങ്ങന്മാർ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണെങ്കിൽ പോലും കൈ പൊന്തിച്ചില്ല, ഒപ്പിച്ചിങ്ങനെ നിൽക്കും. അങ്ങനെ വെച്ചിട്ട് പ്രാർത്ഥിച്ചോ ഇല്ല. ആ കയ്യൊട്ടി പ്രാർത്ഥിക്കാൻ പോലും മടി. മഹാന്മാരെ പ്രാർത്ഥനയ്ക്ക് എന്താ പ്രത്യേകത? ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ചോദിക്കുന്നത്. മഹാന്മാരായ സാദാത്തുക്കൾ വരുമ്പോൾ ഒന്ന് എഴുന്നേൽക്കാനും കൈപിടിക്കാനും തയ്യാറില്ലാത്ത വിഭാഗം, ആദരവ് കൽപ്പിക്കാൻ തയ്യാറില്ലാത്ത വിഭാഗം. ഈ മഹാന്മാരായ ആളുകൾ അവരുടെ സ്ഥലത്ത് വന്നാൽ അവരോടുള്ള ആദരവ് അംഗീകരിക്കാൻ മാത്രമല്ല, അവർ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് പോയി അവരെ ഒന്ന് സലാം പറയാനും സിയാർത്ത് ചെയ്യാനും തയ്യാറില്ലാത്ത വിഭാഗം. ഈ നേതാക്കളോടുള്ള ആദരവ് മനസ്സിൽ നിന്ന് ആരാണ് പറിച്ചു മാറ്റിയത്? ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് തിരൂരങ്ങാടി തൊട്ടടുത്ത സ്ഥലത്താണ് അവിടെ ഈ വിനീതന് പ്രസംഗത്തിന് പോയത്. സ്വാഗത പ്രഭാഷണം നടത്തിയത് കുറച്ച് വയസ്സ് ചെന്ന ഒരു ചെറിയ ഒരു സഹോദരൻ, കുറച്ച് പ്രായം ചെന്ന ഒരു സഹോദരനാണ്. അവിടെ വികാരഭരിതനായി മുജാഹിദ് പ്രസ്ഥാനത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഈ സ്വാഗത പ്രസംഗത്തിന് പറഞ്ഞു. കുറച്ച് വയസ്സുള്ള ആൾക്കാർ അങ്ങനെ തീവ്രമായി പറയാറില്ല. പരിപാടി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു നോക്കുമ്പോൾ അദ്ദേഹം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ KM മൗലവിയുടെ മകളോ ഏതൊരു പരമ്പരയിൽപ്പെട്ട ഒരു കന്യ. അയാൾ മുജാഹിദ് സുന്നിക്ക് വന്ന ആളാണ്. ഞാൻ ചോദിച്ചു, ഇത്ര തീവ്രമായിട്ട് എന്താ അങ്ങനെ പറയാൻ കാരണം? ഒന്നല്ല കുട്ടിയെ ഞാനൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ട് തന്നെയാണ് മുജാഹിദ് വിട്ടത്. അപ്പൊ ഇദ്ദേഹം KM മൗലവിന്റെ പരമ്പരയിൽപ്പെട്ട മനുഷ്യനാണെന്ന് കേട്ടപ്പോ ഞാൻ ചോദിച്ചു, ഈ തിരുരങ്ങാടി മക്ബറയിലാണ് KM മൗലവിന്റെ ഖബർ നിനക്കറിയാം? മൗലവിന്റെ ഖബർ ഇവിടെ എവിടെയൊന്നും അറിയോ എന്ന് പറഞ്ഞു ചോദിച്ചു. കാരണം ഖബറിന്റെ മക്ബറിന്റെ മുന്നിൽ കൂടെ ഞങ്ങൾ യാത്ര പോകുന്നത്. അദ്ദേഹം വാചാലനായി അദ്ദേഹം അതെന്നെ കുട്ടിയെ ഞാൻ മുജാഹിദ് പോകുന്നത് ഞങ്ങളെ വല്യപ്പാന്റെ ഖബർ എവിടെ ഞങ്ങൾക്കറിയില്ല. ഇത് ഗൗരവമുള്ള കേസല്ലേ? KM മൗലവി എന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായ KM മൗലവിയുടെ ഖബർ തിരൂരങ്ങാടി മക്ബറയിൽ ഉണ്ട് എന്നുള്ളത് ശരി. അത് ഏത് ഖബറാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർക്ക് പോലും ആ പരമ്പരയിൽപ്പെട്ട കണ്ണികൾക്ക് പോലും സാധിക്കുന്നില്ലെങ്കിൽ എത്രമാത്രം ഗൗരവ വിഷയം. മഹാന്മാരെ ഖബറിലേക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാനാണ് തെറ്റിയത്. അവർ പറയും നാട്ടിലുള്ള ഖബർ സിയാർത്തിന് കുഴപ്പമില്ല, പോകുമ്പോ കണ്ടാൽ സിയാർത്ത് ചെയ്യാൻ കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, ഈ കേരളത്തിൽ അറബികളുടെ പണം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം ശമ്പളം പറ്റിക്കൊണ്ട് സുഖലോലുപരായി AC കാറുകളുടെ ഈ റബ്ബേഴ്സ് റോഡ് കറങ്ങി നടക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലവന്മാർ ആ KM മൗലവിയുടെ ഖബറിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഒരു സലാം പറഞ്ഞ് ദുആ ചെയ്ത് സിയാർത്ത് ചെയ്തു പോയാൽ അവർക്ക് ആ ഖബർ പിൽക്കാൽ തിരിച്ചറിയില്ല. ഒരു മനുഷ്യൻ സിയാർത്ത് ചെയ്യുന്നില്ല എന്നല്ല അവസ്ഥ. യാഥാർത്ഥ്യമല്ലേ? ആർക്കാണ് നിഷേധിക്കാൻ? തിരൂരങ്ങാടി നമ്മുടെ മുമ്പുള്ള പ്രദേശമല്ലേ? ഈ മഹാന്മാരോടുള്ള ആദരവ് പച്ചയായി മുസ്ലിം മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാനാണ് ഈ ജൂതന്മാർ ശ്രമിച്ചത്. ആ പാരമ്പര്യമാണ് ഇവർ ഏറ്റെടുത്തത്. അവരുടെ ചരിത്രം അവർ തന്നെ പറഞ്ഞ അനിശ്ചിതമായ പരമാർത്ഥമാണ്. അതിന്റെ ഭാഗമാണ് ഈ തവസ്സുന്റെ നിരാകരണം, അതിന്റെ ഭാഗമാണ് ഈ തബറുക്കിന്റെ നിരാകരണം, അതിന്റെ ഭാഗമാണ് ഈ ഇസ്തിഗാസയുടെ നിരാകരണം. മഹാന്മാരുടെ ആദരവാണ് പ്രധാനമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല, ഒരു സന്ദേഹവുമില്ല, ഒരു സംശയവുമില്ല. ദീനിന്റെ ബേസാണത്. ഇവർ പറയുന്നു, നിരന്തരം പ്രസംഗിക്കുന്നു, നിരന്തരം ആവർത്തിക്കുന്നു, ഷിർക്ക് ചെയ്യാൻ പാടില്ല, തൗഹീദാണ് പ്രധാനം, തൗഹീദാണ് പ്രധാനം, ഷിർക്ക് ചെയ്തുകൂടാ. എന്തേ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ തൗഹീദിനെതിരായ ഷിർക്ക് ചെയ്താൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക. തൗഹീദിനെ എതിർ ചെയ്താൽ, ഒരാൾ ഷിർക്ക് ചെയ്താൽ, ഒരാൾ ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചാൽ അതിന്റെ ദോഷഫലം എന്താ? ലയഹബതന്ന അമലുക, അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും, നിഷ്ഫലമായി പോകും. എല്ലാ അമലുകളും നിഷ്ഫലമായി പോകുമെന്നാണ് അതിന്റെ ഏറ്റവും വലിയ ദോഷമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞുപോയി. ഷിർക്ക് അപകടകരമാണ്. ഈ സത്യം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും മൂന്നിപ്പറയുമ്പോൾ
അതിന്റെ പേരിൽ തവസ്സുൽ പാടില്ല, തബറുക്ക് പാടില്ല, ഇസ്തിഗാസ പാടില്ല എന്ന തെറ്റായ വിശദീകരണം നൽകിക്കൊണ്ട് ഈ തൗഹീദിന്റെ പ്രാധാന്യവും ഷിർക്കിന്റെ ഗൗരവവും മുജാഹിദ് പ്രസ്ഥാനം ചൂണ്ടിക്കാണിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കലിമയുടെ ഒന്നാമത്തെ പാഠാണല്ലോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ സാക്ഷി. അതേപോലത്തെ മുസ്ലിമാകണം രണ്ടാമത്തെ പാട്ടുണ്ടല്ലോ വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഒരുപാട് ഹിന്ദുക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്കറിയാം ഈ ലോകത്തിന്റെ പിന്നിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി ദൈവം അള്ളാഹു മാത്രമെന്ന് വിശ്വസിക്കുന്ന അനവധി ഹിന്ദു സുഹൃത്തുക്കളുണ്ട്, ക്രൈസ്തവ സുഹൃത്തുക്കളുണ്ട്, മതനിഷേധികളുണ്ട്. എന്നെ ഹൈസ്കൂൾ പഠിപ്പിച്ച സുകുമാര മാഷെ കുറിച്ച് എനിക്കറിയാം, അദ്ദേഹം ഏകദൈവ വിശ്വാസിയാണ്. പക്ഷെ അതുകൊണ്ട് മുസ്ലിം ആകൂല. രണ്ടാമത്തെ പാട്ടാണ് ഒപ്പത്തിനൊപ്പം പ്രധാനം വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. എന്താണ് ആ പാട്ടിന്റെ അർത്ഥം? വഅഷ്ഹദു ഞാൻ സാക്ഷി, അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് നിശ്ചയം മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ്. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? വളരെ ഗൗരവതരാണ്. മനസ്സിലാക്കിക്കോ. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന, അള്ളാഹു പഠിപ്പിക്കുന്ന എന്താ? നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ട രണ്ടാമത്തെ പാർട്ടി ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ദൂതനാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലേക്ക് പറഞ്ഞാൽ എന്തൊരു ആദരവാണ് നമ്മൾ കൽപ്പിക്കാം. നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആദരവ് കൽപ്പിക്കൂലേ? ഇന്ത്യയുടെ രാഷ്ട്രപതി ആദരവ് കൽപ്പിക്കില്ലേ? ഇന്ത്യൻ ഭരണകൂടം മൊത്തം ആദരവ് ഇത് അമേരിക്കന്റെ പ്രസിഡന്റാണ് കേട്ടോ. അമേരിക്കൻ പ്രസിഡന്റ് ദൂതനാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞേച്ചാൽ മതി പോരെ. ഒരു രാഷ്ട്രത്തിന്റെ ദൂതന് അർഹിക്കുന്ന അംഗീകാരം ആദരവ് കൊടുക്കൂലേ? ഇതാരാണ്? മുഹമ്മദ് നബി. അല്ല പറയാ രണ്ടാമതായി നിങ്ങൾ അംഗീകരിക്കേണ്ട വലിയ സത്യം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ദൂതനാണ് കേട്ടോ. സാധാരണ മനസ്സിലാക്കിക്കോ, അള്ളാന്റെ ദൂതനാണ്. അതിന് അർഹിക്കുന്ന ഗൗരവം കൊടുക്കണം, അർഹിക്കുന്ന ആദരവ് കൊടുക്കണം. ആദരവ് പ്രധാന. ആ ആദരവ് രണ്ടാമത്തെ പാർട്ടിന്റെ ആദരവ് കൊടുത്തിട്ടില്ലെങ്കിലോ? കൊടുത്തില്ലെങ്കിൽ ഇതേ കേസാ. തൗഹീദിനെതിർ ചെയ്താൽ, ശിർക്ക് ചെയ്താൽ അമരൊക്കെ പൊളിഞ്ഞു പോകും. അള്ളാഹുവിന്റെ ഹബീബിന് അർഹിക്കുന്ന ആദരവ് കൊടുത്തിട്ടില്ലെങ്കിലോ ഇതേ ഫല, അനന്തരഫല അമരൊക്കെ പൊളിഞ്ഞു പോകും. സൂറത്തുൽ ഹുജറാത്തിലെ രണ്ടാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദ്. അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. സാധാരണ നിങ്ങൾ തമ്മിൽ സംസാരിക്കും പോലെ റസൂലുള്ളാഹി സംസാരിക്കാൻ പാടില്ല. ആ റസൂൽ ജീവിച്ചിരിക്കുമ്പോഴായാലും ശരി, വഫാത്തായ ശേഷമായാലും ശരി, ആ മദീനയിലെ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണം. എന്തേ ഒച്ചത്തിൽ സംസാരിച്ചാൽ അൻതഹബത അഅമാലുക്കും, അമല് പൊളിഞ്ഞു പോകും. ശിർക്ക് ചെയ്താൽ അമല് പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞ അതേ ആശയമാണ് പടച്ചറപ്പിൽ ഖുർആനിൽ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അള്ളാന്റെ ദൂതനാണെന്ന ആദരവ് കൽപ്പിക്കാതിരുന്നാൽ അൻതഹബത അഅമാലുക്കും വഅൻതും ലാ തശ്കുറൂൻ, അറിയാതെ നിങ്ങൾ അമല് പൊളിഞ്ഞു പോകുന്നു വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കും. ആദരവ് പ്രധാനമാണ്. മുജാഹിദ് പ്രസ്ഥാനം വഴി കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സുകളിൽ നിന്ന് ഈ ആദരവ് പിച്ചിച്ചീന്തി എറിയാനാണ് അവർ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ഇവർ മാത്രമല്ല, ഭിന്നിപ്പിന്റെ ശക്തികളായി ലോകത്ത് ആരൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ, മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരോടൊക്കെ പിന്നിൽ ഈ ജൂതചാരന്മാർ പ്രവർത്തിച്ചിരുന്നു ചരിത്രത്തിൽ പെടുത്താൻ സാധിക്കും. പ്രസിദ്ധമായ അലി മുആവിയ റളിയല്ലാഹു അൻഹുമയുടെ സംഘട്ടനം, ആ രണ്ട് സംഘട്ടനത്തിൽ ചേരിതിരിഞ്ഞ് പ്രശ്നങ്ങളായി നിൽക്കുമ്പോൾ അവസാനം മധ്യസ്ഥ ശ്രമത്തിന് ശ്രമം നടന്നു. ആ ശ്രമത്തിനെ തുടർന്ന് പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടായി. ആ പുതിയ ഗ്രൂപ്പാണ് ചരിത്രത്തിൽ ആദ്യത്തെ മുസ്ലിം സമുദായത്തിലെ ഭിന്നിപ്പിന്റെ ഗ്രൂപ്പ്, ഖവാരിജ് ഗ്രൂപ്പ് എന്ന് പറയും. ആ ഖവാരിജ് ഗ്രൂപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന ജൂതനായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. സഹാബികൾ അറിഞ്ഞിട്ടില്ല. ഈ ഗ്രൂപ്പിന് രൂപകൽപ്പന നൽകിയ ആളുകൾ പ്രത്യക്ഷത്തിൽ ഞങ്ങൾ ജൂതചാരന്മാരുടെ കെണിവറയിൽ അകപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അടിസ്ഥാനപരമായി അവരുടെ പ്രവർത്തനത്തിന്റെ അനന്തരഫലമാണെന്ന് ബോധ്യപ്പെട്ടതുപോലെ ഇന്നിവിടെ മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ, മുസ്ലിം സംഘടിത ശക്തിയെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന, സമസ്ത കേരള ജംഇയ്യത്തുനെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന കാന്തപുരം ഗ്രൂപ്പിന്റെ പിന്നിൽ പോലും പ്രവർത്തിക്കുന്നത് ജൂത സയനിസ്റ്റ് ലോബിയാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് തെളിവുകളുടെ കണ്ണികൾ. ഞാൻ ആ കണ്ണികൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ആ കാര്യം ഇൻഷാ അല്ലാഹ് ബോധ്യപ്പെടും. ഏറ്റവും അവസാനം കാന്തപുരം കൊണ്ടുവന്ന പ്രവാചക തിരുമേനിയുടേതെന്ന് പറയുന്ന പാനപാത്രം, ആ പാനപാത്രം പോലും അത്
കൃത്യമായി ജൂതന്മാർ പ്ലാൻ ചെയ്തത്, ജൂതന്മാർ ചിഹ്നം പോലും അതിൽ ഒറ്റ നോട്ടത്തിൽ കാണാതെ, എന്നാൽ സൂം ചെയ്താൽ എല്ലായിടത്തും ചെയ്താൽ നമുക്ക് കൃത്യമായി ജൂതന്മാരുടെ സാന്നിധ്യത്തിന്റെ സിമ്പൽ കാണുന്ന വിധത്തിൽ ഉല്ലേഖനം ചെയ്ത് കിടക്കുന്ന ആ പാത്രമാണ് കേരളത്തിൽ കൊണ്ടുവന്നത്. കേരളത്തിൽ കാന്തപുരം ഗ്രൂപ്പിനെ കൊണ്ട് ഈ കളി കളിപ്പിക്കുന്നതിന് പിന്നിൽ ജൂതച്ചാരന്മാരാണെന്നത് ഇതേപോലെ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പാനപാത്രത്തിനും കൂടി വെള്ളം കുടിക്കാൻ കേരളത്തിലെ മൊത്തം മുസ്ലിമീങ്ങൾക്ക് ശാസ്ത്രീയമായ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് കാന്തപുരം പാനപാത്രം സ്വീകരിച്ച സമയത്ത് പ്രഖ്യാപിച്ചെങ്കിലും, അത് സിറാജ് എഴുതി പ്രസിദ്ധീകരിച്ചെങ്കിലും ആ പാത്രം പുറത്തെടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് കാന്തപുരത്തിന് ലീഡർഷിപ്പുള്ള ആളുകൾ തന്നെ പരസ്യമായി പറഞ്ഞു എന്നാണ് വിവരം കിട്ടിയത്. പാത്രം പുറത്തെടുക്കാൻ അനുവദിക്കില്ല, കാന്തപുര ആ പാത്രവുമായി മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. ഇതിനൊക്കെ തെളിയുന്നത് ഇതിനോടൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരാണെന്ന് പ്രകടമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാർ, ജ്യേഷ്ഠ സഹോദരന്മാർ, നമ്മുടെ മഹത്തായ പൈതൃകവും പാരമ്പര്യവും ഇൻഷാ അല്ലാഹ് അവിടെ വിശദീകരിക്കപ്പെടും. നമ്മുടെ കണ്ണികൾ വളരെ ക്ലിയറാണ്. നമ്മുടെ ഗുരുവര്യന്മാരുടെ കണ്ണികൾ, ആ കണ്ണികൾ കടന്നു പോകുന്നത് വളരെ കൃത്യമായി സ്വഹാബിവരന്മാരിൽ എത്തിച്ചേർന്നു എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യം മാത്രമാണ്. ആ വിശുദ്ധമായ മാർഗം ആദരവിന്റെ മാർഗമാണ്. ആ ആദരവിന്റെ മാർഗം ഇന്നും നമുക്ക് പ്രകടമായി കാണാം. മഹാന്മാരോട് ഇന്നും നമുക്ക് ആദരവുണ്ട്. അതുകൊണ്ടാണ് മമ്പറത്തേക്ക് പോകുന്നത്, അതുകൊണ്ടാണ് റൗദയിലേക്ക് പോകുന്നത്, അതുകൊണ്ടാണ് മഹാന്മാരുടെ മക്കാമുകളിലേക്ക് പോകുന്നത്, അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ സന്ദർശിക്കാൻ ദുആ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ആ ആദരവിന്റെ ഭാഗമാണ് തവസ്സുൽ, ആ ആദരവിന്റെ ഭാഗമാണ് തബറുക്ക്, ആ ആദരവിന്റെ ഭാഗമാണ് ഇസ്തിഗാസ. ആ പൂർവികരായ സച്ചരിതരായ മാർഗത്തിൽ ആദരവിനെ നിലനിർത്തിക്കൊണ്ട് സംശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഏറ്റവും അവസാനം നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ 3 തവണ കലിമ ചൊല്ലിക്കൊണ്ട് നമ്മോട് യാത്ര ചോദിച്ചുവെങ്കിൽ നാം ഗൗരവതരമായി ആലോചിക്കുക, ഈ മാർഗം സത്യത്തിന്റെ മാർഗമാണ്. നമ്മുടെ മാർഗത്തിന് വഴി തെറ്റിപ്പോയ ആളുകളുണ്ട്. അത്തരം ആളുകളുടെ അവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചറിയുക. വളരെ കാര്യം നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു മഹാന്മാരായ നമ്മുടെ പൂർവികരുടെ ആ കണ്ണിമുറിയാതെ പോകുന്ന പാരമ്പര്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ മഹാന്മാരായ ആളുകളോടൊപ്പം നാളെ സ്വർഗ്ഗലോകത്ത് ഒത്തുകൂടാൻ നാം ഏവർക്കും ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല മഹാന്മാരെ സ്നേഹിക്കുന്ന ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദുആ ചെയ്യണമെന്ന അപേക്ഷയോടുകൂടി സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.